ഇത്രയും വെളിച്ചം ഇതിന്റെ മേലെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോരുത്തർ നോക്കി ഓരോന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചാണ്. ഒന്ന് അപ്പൊ കിട്ടി. ഗുഡ് ഈവനിങ് എവ്രിവൺ. ഇതൊരു അസാധ്യ യാത്രയായിരുന്നു ഈ സിനിമയുടെ. അത് ഈ പിള്ളേര് ഒരു 15 പേര് ചേർന്നാണ് ഈ കാണുന്ന ട്രെയിലറിൽ ഉൾക്കൊള്ളുന്ന സിനിമ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ഞാൻ മഹേഷുമായിട്ട് സംസാരിച്ചതായിരുന്നു. ഒന്ന്, ഈ രതീഷിന്റെ ഇപ്പൊ അശ്വിൻ പറഞ്ഞ പോലെ മെട്രോ പോലെ നീളുന്ന അവന്റെ ക്രെഡിറ്റ് ലിസ്റ്റ്. അതിന് കാരണം നമ്മളവിടെ ഒരു ചായക്ക് $10 കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. എല്ലാം നമ്മൾ ചെയ്യുക, എല്ലാവരും എല്ലാം ചെയ്യുക, ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചൊരു സിനിമയാണ്. ഇവർ 6 മാസം 7 മാസം എൻ്റെ നിരന്തരം ഫോൺ കോളുകളുടെ ഒടുവിൽ എൻ്റെ ഭാര്യ പറഞ്ഞു, സാറ് അല്ലെങ്കിലും ഇവിടെയും കുറെ പൊട്ടപ്പടമൊക്കെ ചെയ്യുന്നില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ കണ്ടാ മതി ഇത്. അങ്ങനെ ഞാൻ വേറൊന്നും കൊണ്ടല്ല, എൻ്റെ സ്ക്രിപ്റ്റോ ഒന്നുമല്ല അതിൻ്റെ പ്രശ്നം. നീ ന്യൂയോർക്ക് വരെ 18 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഫ്ലൈറ്റിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റ് 8 മണിക്കൂറൊക്കെയാണ്. യൂറോപ്പ് ലണ്ടനൊക്കെ വരെ ഓക്കെ. അതിനപ്പുറം പിന്നെ ഒറ്റയ്ക്ക് ബാക്കി ഫ്രണ്ട്സ് ഉണ്ടാവും, റെനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ രാജ് ഉണ്ടാവും, അങ്ങനെ സുഹൃത്ത് രാജു ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഫാമിലി ഉണ്ടാവും. ഇതൊന്നുമില്ല, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പറ്റാവുന്ന എക്സ്ക്യൂസുകളൊക്കെ ഞാൻ അത്ര മാർക്കറ്റിലുള്ള നടനല്ല, എന്നെക്കാൾ കൊള്ളാവുന്ന എത്രയോ നടന്മാർ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യമോ നിർഭാഗ്യമോ അവരുടെ ഞാനായി. എന്റെ അമ്മ എല്ലാം 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 അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈസ് എ റൈറ്റ് പേഴ്സൺ. ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ കുറച്ച് സംശയങ്ങൾ അതൊക്കെ ചോദിക്കാൻ പറ്റിയ കറക്റ്റ് ആള് അദ്ദേഹം തന്നെയായിരിക്കും. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദി ഡയറക്ടർ രതീഷ് ശേഖർ. ആർക്കും ഒന്നും കൊടുത്തില്ല, എല്ലാം സ്വന്തമായിട്ട് ചെയ്തു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അല്ലാതെ ടാലന്റ് എന്ന് അംഗീകരിക്കുന്നില്ല. എളിപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, ശരി. എന്താണെങ്കിലും മൾട്ടി ടാസ്കിംഗ് ആയിരുന്നു സിനിമയിൽ മുഴുവനും. 3 വർഷം എടുത്ത് ചിത്രീകരിച്ച സിനിമയാണ്. ഓൾമോസ്റ്റ് എല്ലാ സീസൺസും US-ലെ കവർ ചെയ്തു. ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് US-ൽ തന്നെ ചിത്രീകരിച്ച സിനിമയാണ്. ത്രില്ലറാണ്. പക്ഷെ ത്രില്ലർ ആണെങ്കിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഓഫ് കോഴ്സ് മ്യൂസീഷ്യൻ ആവുമ്പോൾ അതുണ്ടാവണമല്ലോ. സോ പറഞ്ഞോളൂ, ഇനി സിനിമയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ടൈം, സമയം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻഡിപെൻഡന്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഡിഗ്നിറ്ററീസ്, ശ്രീ എവ്രി വൺ, പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മീഡിയ ഫ്രണ്ട്സ്. ഇന്ന് ചിത്ര ചേച്ചിയുടെ ഈ പിറന്നാളാണ്. അപ്പം കൺമണി സോങ് ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു കൊളാബറേറ്റ് വിത്ത് ചിത്ര ചേച്ചി. ധന്യ സുരേഷ് മേനോൻ എഴുതിയ സിനിമ. ചിത്ര ചേച്ചി ആ വീഡിയോയിൽ എന്നെ ശ്രീ രതീഷ് ശേഖർ എന്ന് വിളിച്ചോടുകൂടി സത്യം പറഞ്ഞാൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് എൻ്റെ എല്ലാ എഫേർട്സും പെയ്ഡ് ഓഫ് ആയി. ഏതൊരു പ്രവാസിയും പോലെ ഞങ്ങൾ അമേരിക്കയിലുള്ള കുറച്ച് ആളുകൾക്ക് സ്വന്തം എന്ന് അവകാശപ്പെടാൻ കേരളവും മലയാളവും മാത്രമേ ഉള്ളൂ. അതാണ് പ്രവാസികളുടെ ഒരു ഐഡന്റിറ്റി, അല്ലേ? ഇപ്പോൾ ഗൾഫായാലും UK ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എവിടെയാണെങ്കിലും പ്രവാസികളുടെ ഒരു ഐഡന്റിറ്റി അതാണ്. ദാറ്റ്സ് എ റിയാലിറ്റി. സോ കേരളത്തിലുള്ള ജനങ്ങൾക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി ഞങ്ങളുടെ കൊച്ചു ടീമിന്റെ ഒരു ട്രിബ്യൂട്ടാണ് പ്രോജക്ട് ചെക്ക്മേറ്റ്. ഒരു മലയാള സിനിമയുടെ സെറ്റിൽ അസിസ്റ്റ് ചെയ്യാൻ പോലും ഭാഗ്യം കിട്ടാത്ത, അങ്ങനെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത, ഒരു ക്രെഡൻഷ്യൽസും ഇല്ലാത്ത ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറിനെ അനുപേട്ടനും ലാൽ സാറും ട്രസ്റ്റ് ചെയ്ത ആ ഒരു പോയിന്റിലാണ് ചെക്ക്മേറ്റ് ജനിച്ചത്. ദിസ് റൈറ്റ് ഹിയർ ഇസ് മൈ ടീം. എൻ്റെ
ഞങ്ങളൊരു 10-18 പേരേ ഉള്ളൂ. എല്ലാവർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സിനിമയുടെ ഫിനിഷ് ലൈനിൽ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഒരു 18 പേര് ഫ്ലൈറ്റ് എടുത്ത് അമേരിക്കയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിലുള്ള ഫൈനാൻഷ്യൽ ഇമ്പാക്ട്. സോ ആസ് ഓഫ് നൗ ഞങ്ങളൊരു 4 പേരുണ്ട്. കുറച്ച് സുനിത റൈറ്റ് ചെയ്യാം. സുനിത പ്ലീസ് ഒന്ന് ജോയിൻ മീഡ. Also, I would like to thank Soumya, Shyam, Bala, Rajiv, Shiva, and whole team here. പുള്ളികളൊന്നും ഉറങ്ങുകയാണ്. Check my technical crew എല്ലാവരും ഉണ്ട്. സൗണ്ട് ഡിസൈൻ ചെയ്ത ധനുഷ്, കളറിസ്റ്റ് ബിലാൽ, അസദ്, സൗണ്ട് മിക്സ് ചെയ്ത വിഷ്ണു, എഡിറ്റർ പ്രജീഷ്, and my best friend, I would say sister from another mother, Dhanya. Executive producers are Paul Karupalli, Lindo Jolie, Aju Matthew, പിന്നെ ഹരിയേട്ടൻ, ഹരി നമ്പൂതിരി, he's actually here in the crowd somewhere. So thank you everyone. ഹെയിൻസിനും സ്നേക് പ്ലാൻ ടീമിനും, ദീപക്, Goodfellas Films distribution, thank you so much for taking this huge load off of my shoulder. Last but not least, and their wife Meera Nair. I can't operate without her. I can't live without her. പിന്നെ എൻ്റെ 2 കുട്ടികൾ, മേഘന and Athena. പിന്നെ എൻ്റെ ചേട്ടൻ, my pillar. He does everything for me. Who is also an executive producer of the movie, by the way. പിന്നെ everyone, നിങ്ങൾ എല്ലാവർക്കും ഞാനിനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. Thank you so much. മ്യൂസീഷ്യൻ ഒരു ത്രില്ലർ മൂവിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ഉണ്ട്, റൈറ്റ്? ഐ ഗോട്ട് ദിസ് ട്വിൻ ബ്രദർ ഇൻ മൈ ഹെഡ്. അപ്പം അതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. മ്യൂസിക് എന്ന് പറയുന്നത് വെട്ടി നീങ്ങുന്ന രാജതന്ത്രം എങ്ങനെയാ ചെസ്സില്? അത് ആക്ച്വലി ധന്യോട് ചോദിക്കണം. ധന്യ എഴുതിയ ലൈനാണ്. ഞാൻ ആശയങ്ങൾ ഇതുപോലത്തെ കട്ടി സാധനങ്ങൾ ഞാൻ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. സാധാരണ ഇതുപോലുള്ള ഭയങ്കരമായിട്ടുള്ള ടാഗ് ലൈൻസ് ഒക്കെ അനൂപേട്ടൻ തരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതിൽ അനൂപേട്ടന്റെ കോൺട്രിബ്യൂഷൻ ഡെഫിനറ്റ്ലി അനുപേട്ടന്റെ കോൺട്രിബ്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു അഡ്വൈസ്, എവരിതിങ്. അനുപേട്ടൻ ലാസാറും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വരികൾ, ചില വരികളൊക്കെ അനൂപേട്ടന്റെ സൈഡിൽ നിന്ന് വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ വരി കേട്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അനൂപേട്ടനായിരിക്കും ചിലപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടാവാന്നാണ്. അനൂപേട്ടൻ ചിരിക്കുന്ന കൂടിയില്ല. ഞാൻ ഇവിടെ നിന്ന് ആങ്കർ ചെയ്യുന്ന എല്ലാ സമയങ്ങളിലും അനുപേട്ട മുഖത്ത് നോക്കുന്നുണ്ട്. അനുപേട്ട ചിരിക്കുന്നേ ഇല്ല. അനുപേട്ട ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ ലാൽ സാറുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ഹിറ്റുകൾ തന്നിട്ടുള്ള ആൾക്കാരാണ്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അനുപേട്ടനും ലാൽ സാറും എല്ലാവരും. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഒരു ലേണിംഗ് സ്കൂൾ പോലെ. ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഒബ്വിയസ്ലി കൂടുതലും ആർട്ടിസ്റ്റുകൾക്ക് സംഭവിക്കുന്നത് അവര് കേരളത്തിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓവർസീസ് പോകുമ്പോൾ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ ഉള്ളൊരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം വി വാണ്ടഡ് ടു മേക്ക് ഷുവർ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ അട്ടർ ഡിസപ്പോയിൻമെന്റ്, അതല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ്, റൈറ്റ്? വി വാണ്ടഡ് ടു ആർക്കിടെക്ട് ദാറ്റ് എക്സൈറ്റ്മെന്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് പ്ലാനിങ് ചെയ്ത്, പറഞ്ഞ പോലെ ഞങ്ങൾ IT-യിലെ ആൾക്കാരായതുകൊണ്ട് അജൈലും സ്ക്രമ്മും എല്ലാ കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഈ ഒരു പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യുന്നത്. മനസ്സിലായതുപോലെ എക്സ്പ്രഷൻ കൊടുക്കാം. ഒന്നും മനസ്സിലായില്ല. എന്താണ് IT-യിൽ വർക്ക് ചെയ്യുമ്പോൾ? അതെല്ലാം ഒരു പ്രോജക്ട് മാനേജ്മെന്റ് സംഭവമാണ്. ഓക്കെ, ശരി. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എടുത്തൊരു സംഭവമാണ്. വളരെ മനോഹരമായിട്ട് അങ്ങനെ ചെക്ക് മേറ്റ് ഓഗസ്റ്റ് 8-ാം തീയതി എല്ലാവരെയും മുമ്പിലേക്ക് വരാൻ പോവാണ്. ഒന്നും സംസാരിക്കുന്നില്ല, സംസാരിക്കും. എല്ലാവരും ചെക്ക് മേറ്റ് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. Thank you. I also wanted to mention, people like Nithya, Yadu Krishnan ഇവിടെ ഉണ്ട്, നമ്മുടെ വേടൻ ഇവിടെ ഉണ്ട്. ഇവർക്ക് ആർക്കും ഞങ്ങളെ പേഴ്സണലായിട്ട് അറിയില്ല. ഐ തിങ്ക് നിത്യ ആക്ച്വലി കെയിം ത്രൂ തന്നെയാണ്. അപ്പം ഒരു ഇൻഡിപെൻഡന്റ് ടീമിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കാണിച്ച ആ ഒരു മനസ്സ്, താങ്ക് യു സോ മച്ച്. അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെയും ഡയലോഗുകൾ അറിയാവുന്ന ഒരു സ്ക്രിപ്റ്റ്. ഇത് രേഖയ്ക്ക് രാജിയുടെ ഡയലോഗ് അറിയാം, സുനിത്തിന് പിന്നെ ശ്യാമിന്റെ ഡയലോഗ് അറിയാം. അപ്പൊ അത്രയും വെൽ വേഴ്സ്ഡ് ആയിരുന്നു അവർ ഈ സിനിമയിൽ. കാരണം നമ്മൾ എപ്പോഴൊക്കെയോ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയി കണ്ട ഈ മാധ്യമം നമുക്കൊക്കെ ഈ നമ്മുടെ നമ്മുടെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ, ഇപ്പൊ പാർവതി ഇപ്പൊ സിൻഡ്രലയിൽ നിർദ്ദേശിച്ച പോലെ നമ്മുടെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ നമ്മളൊരു കോക്ടെയിൽ ചെയ്യുമ്പോഴോ തിരക്കഥ ചെയ്യുമ്പോഴോ
ബ്യൂട്ടിഫുൾ ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട് നമ്മുടെ ആഗ്രഹത്തിന്. അത് പതുക്കെ വെയിൻ ചെയ്ത് പോകും. വെയിൻ ചെയ്ത് പോകരുതെന്നാണ് പറയാറുള്ളത്. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ വെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെയിൻ ചെയ്യാത്ത ഒരു ഇൻറ്റൻസിറ്റിയും പാഷനും കമ്മിറ്റ്മെന്റും ഒക്കെയുള്ള ഒരു സംഘം ചെറുപ്പക്കാരികളെയുമാണ് ഞാനിവിടെ കണ്ടത്. ദാറ്റ് ഇൻ ടേൺ എൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് that sort of rekindled my interest in cinema acting. കാര്യം എഴുതാനും സംവിധാനം ചെയ്യാനും ഒക്കെ ഇപ്പോഴും അതേ ഇത് എന്നിലുണ്ട്. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ I was lagging behind. ഒരു റിന്യൂഡ് എനർജി എനിക്ക് ഈ കുട്ടികൾ തന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവരെല്ലാം തന്നെ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണ്, ഒന്നൊഴിയാതെ. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും തന്നെ അവർക്ക് ഒരു 9 to 5 ജോബുള്ള വളരെ വലിയ പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു സാധാരണ ആക്ടറേക്കാൾ മാസശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. പിന്നെ ഇവര് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ധനം കണ്ടെത്തിയ മാർഗം അതൊക്കെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് കമ്പ്യൂട്ടർ ലോഗരിതമിലൊക്കെ നമുക്ക് വെച്ചാൽ നല്ലൊരു മൊഡ്യൂളാവും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക്. അത്രയും പ്ലാൻഡ് ആയിരുന്നു ഈ കുട്ടികൾ ഇതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ. ഇതൊരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ചും ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു സിനിമയുടെ റിട്ടേൺസ് ഉണ്ടാവുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത്. ആൻഡ് ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ടൈം ഇൻ ന്യൂയോർക്ക്. അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഞാനവിടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് കുളിച്ച് വെളിയിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞ 3 വെടിവെച്ചാണ് കേൾക്കുന്നത്. ഞാനിന്ന് പടക്കം പൊട്ടിക്കുന്നത് ന്യൂയോർക്കിൽ ഈ സമയത്ത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവരെന്താണ് രതീഷും ശ്യാമും സുനിത്തും എല്ലാം കൂടെ കയറി വരുന്നു. ഞാൻ എന്തോട് ഇവിടെ പടക്കം പൊട്ടിച്ചു. അപ്പോഴേക്കും താഴെ പോലീസൊക്കെ വന്ന് നിറയുന്നുണ്ട്, 10-20 കാറൊക്കെ വന്ന് നിറയുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പം വളരെ കാഷ്വലായിട്ട് ശ്യാം പറയുന്നത് അത് അവിടെ എങ്ങാണ്ട് ഇതിനെ വെടിവെച്ച് വന്നതാണ്. ഫസ്റ്റ് ഡേ ആണ് അമേരിക്കയിൽ ചെന്നിറങ്ങിയത്. അത് ഓൾമോസ്റ്റ് ഇറ്റ് വാസ് എ റിമൈൻഡർ ഓഫ് വാട്ട് ഐ ഹാവ് സൈൻഡ് അപ്പ് ഫോർ. അപ്പുറത്തെ മോളിൽ ഒരു ഷൂട്ടിംഗ് നടന്നതാണ്. ഇതിനുശേഷമുള്ള 50ഓളം ദിവസങ്ങളിൽ കണക്റ്റിക്കട്ടിലും ന്യൂയോർക്കിലുമുള്ള എത്രയോ ഡൈനേഴ്സിൽ ഞങ്ങൾ രാത്രി 3 മണിക്കും 4 മണിക്കും ഒക്കെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഏതോ ഒരു തോക്കിൻ മുന നമ്മളിലേക്ക് നീളുന്നത് നമ്മളിങ്ങനെ സ്വപ്നങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നു. Notwithstanding that, it was a very beautiful experience to be with these very talented youngsters. And അതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സിനിമ. ഇവരുടെ 4 വർഷത്തെ അധ്വാനം. എല്ലാ സിനിമയും ഒരുപാട് അധ്വാനമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരു 9 to 5 ജോലിയുള്ള ഒരു സംഘം ആളുകൾ ചേർന്ന് അമേരിക്കയിലിരുന്ന് സിനിമയുമായി ഒരു അർത്ഥത്തിൽ പുലബന്ധം പോലും ഇല്ലാത്ത കുറെ ആളുകൾ അവർ ചേർന്നൊരുക്കിയ ഒരു സിനിമയാണെന്ന് പറയുമ്പോൾ ഈ ട്രെയിലറിന് ഈ സിനിമയ്ക്ക് ഒരു അസാധ്യ കൈയടി കൊടുക്കാതെ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. റെസ്പെക്റ്റഡ് ശ്രീ അനൂപ് മേനോൻ സർ ആൻഡ് രതീഷ്, ഐ തിങ്ക് ഇറ്റ്സ് എ വെരി മോൺസ്ട്രസ് എഫേർട്ട് അല്ലേ. പറഞ്ഞ പോലെ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മെട്രോ പ്രോജക്റ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക്, സ്ക്രീൻ പ്ലേ, DOP, ഡയറക്ഷൻ, ഇസ് ദർ എനിത്തിങ് ലെഫ്റ്റ്? സോ fantastic effort, and I really wish the best for this whole team, and I really hope our industry actually needs talents like them. ഇനി ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല ഇൻഡിപെൻഡൻറ്റ് കഥകൾ വരട്ടെ, നല്ല സിനിമ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. നമ്മൾ മലയാള സിനിമയിൽ ഇടയ്ക്ക് വില്ലനായിട്ടൊക്കെ കാണാറുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹീറോ ഇമേജ് ആണുള്ളത്. സോ നമ്മൾ മലയാളം സിനിമയിൽ അടുത്തതായി ഏതെങ്കിലും പ്രോജക്റ്റ്? കുറച്ച് ഡിസ്കഷനിലുണ്ട്. ഞാൻ കുറച്ച് വെബ് സീരീസ് ഒക്കെ കുറച്ച് കൂടുതലായി പോയി. ഒരേ വെബ് സീരീസ് ചെയ്ത് ഒരു നല്ല സിനിമ ചെയ്യാനും ഞാനും ഒരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്.
അപ്പോൾ കുറച്ച് നല്ല കാര്യത്തിനൊക്കെ കുറച്ച് സമയം എന്ന് പറയില്ലേ, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. വില്ലനായിട്ട് കണ്ട് കണ്ട് സംസാരിക്കാൻ ഒരു ചെറിയ പേടി, ഇനി എങ്ങനെ ദേഷ്യപ്പെട്ടാലോ എന്നൊക്കെ. എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു സോ മച്ച്. Thank you so താങ്ക് യു much. സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് അഗൈൻ. സിംഗറിനെയാണ് ഞാൻ അടുത്ത് വിളിക്കാൻ പോകുന്നത്. ഇപ്പോ എല്ലാവരുടെയും എല്ലാ ജനറേഷനും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷന്റെ എന്താ പറയുക ഒരു വൈബാണ് അദ്ദേഹം. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം വേടൻ. ഹായ്, നമസ്കാരം. ഞാൻ പാർവതി. കാണണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് എനിക്കിത് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. വലിയ ഫാനാണ്. ഒരുപാട് ഇഷ്ടമാണ് താങ്കളുടെ പാട്ടുകളെല്ലാം. കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ലൈവായി ആ പാട്ട് കേൾക്കാൻ പോകുന്നതിൽ അതിലേറെ സന്തോഷം. നമസ്കാരം എല്ലാവർക്കും. എന്നെ അറിയാലോ, ആവശ്യമില്ലല്ലോ. പിന്നെ താങ്ക്സ് ഫോർ ഹാവിങ് മീ. ആക്ച്വലി രതീഷേട്ടൻ കിട്ടിയ പെർഫോമൻസ് ഉള്ള എന്ത് കാണിച്ചപ്പോ എനിക്ക് പുള്ളിക്കാരൻ പാട്ടുകാരനാണെന്ന് അറിയാമോ? പുള്ളിക്കാരനാണ് പടത്തിന്റെ മ്യൂസിക് കമ്പോസർ, മ്യൂസിക് ഡയറക്ടർ അല്ല. പുള്ളിക്കാരൻ കമ്പോസ് ചെയ്തൊരു പാട്ട് ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. വീരൻ എന്നാണ് ട്രാക്കിന്റെ പേര്. അപ്പൊ അത് നന്നായി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിനിമ കാണുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് സർ എന്താ പറയാനുള്ളതെന്നോട് നമുക്കറിയണ്ടേ. വെൽക്കം സർ. താങ്ക് യു. ഒരുപാട് സന്തോഷം. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഇങ്ങോട്ട് വിളിച്ച അനുഭവം ഒരുപാട് നന്ദി. സോ ഇതൊരു അൺയൂഷ്വൽ ടൈറ്റിലാണ്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ലിറിക്സ്, മ്യൂസിക്, സിനിമോഗ്രാഫി ആൻഡ് ഡയറക്ഷൻ. So Radish, hats off to you because you know it's a difficult task. ഞാനത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എല്ലാ കാലത്തും ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളോടും അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്കൂളിലൊക്കെ ചില വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, ഇനി അങ്ങോട്ട് എനിക്കൊന്നും ഇൻഡിപെൻഡൻറ്റ് സിനിമ പോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുടെ കാലമാണ്. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ പ്രാപ്തരാകുക എന്ന് പറയുന്നതാണ്. അതിനൊരു വലിയ എക്സാമ്പിളായിട്ട് ഇന്നിങ്ങനെ ഒരു ടൈറ്റിലൂടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഗൗതം ഘോഷിൻ്റെയും ബാലുമേന്ദ്രയുടെയൊക്കെ ടൈറ്റിലാണ് ഈ മ്യൂസിക്കും സിനിമോഗ്രാഫിയും കൂടെ ഒരുമിച്ച് വച്ച് കണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. സോ ഐ തിങ്ക് മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു ടൈറ്റിൽ വരാൻ പോകുന്നത്. സോ രതീഷ്, സോ ഹാപ്പി. ആൻഡ് തീർച്ചയായിട്ടും നേരത്തെ ഭവാൻപടെ MP പറഞ്ഞ പോലെ, IB പറഞ്ഞ പോലെ പ്രവാസികളാണ് മലയാളികളുടെ എല്ലാ കാലത്തെയും ശക്തി. സോ അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സിനിമ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതും എസ്പെഷ്യലി അമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് യൂണിയൻ ക്രൂ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ക്യാമറ കിട്ടണമെങ്കിൽ ആ ക്യാമറയുടെ കൂടെ ഒരു ഫോക്കസ് ബോർഡ് വരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഇവിടെ ഒന്നും അറിയാം. ഇവിടെ പലർക്കും അറിയില്ല. ലെൻസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു. എല്ലാ ഇപ്പം ഞാൻ ആ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ക്രെയിൻ ഹയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു 15 അടി ലാഡർ അവർ ഉപയോഗിച്ച് ഒരു ക്രെയിൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. സോ ദീസ് ആർ ഓൾ ലൈക്ക് രതീഷ്, ഇറ്റ്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ലക്ഷണങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട്. സോ ആൻഡ് അതൊരു കാണുമ്പോൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ അതൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമയായിട്ടല്ല ഇരിക്കുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ വെരി വോട്ട് ടു സേ ഒരു വളരെ പ്രൊഫഷണലി മെയ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ പോലെ നമുക്ക് കാണാം. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഹാവ് അച്ചീവ്ഡ് ഇറ്റ്. സോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഫിലിം വിൽ ഡു വെൽ ഇൻ ബോക്സ് ഓഫീസ്. ആൻഡ് താങ്ക്ഫുള്ളി എനിക്കറിയാം നിങ്ങളെല്ലാവരും സിനിമകളുടെ സ്വപ്നം മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ സഹവാസികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കെല്ലാം തിരിച്ച് ഇവിടെ വന്ന് ഇതേ സ്പിരിറ്റോട് കൂടി ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ആശംസകൾ. താങ്ക് യു. And also thanks to Ivy, thanks to Mahesh Narayanan, Vedan, Nitya for coming, and Dilsha, my heroine in Cinderella. So thank you so much. It was a lovely evening. Thank you so much for taking so much time from your busy schedules. Thank you. നമ്മുടെ ലാൽ സാറ് വന്നിട്ടില്ല ഇവിടെ. അപ്പൊ സാറിനെ കുറിച്ച് രണ്ട് വാക്ക്. ലാലിനെ കുറിച്ചോ?
എന്ത് സിദ്ദിഖ് ലാലിന്റെ ലാലേട്ടനെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? എന്നാലും സാർ വന്നിട്ടില്ല, അപ്പൊ ആബ്സെൻസ് ഫീൽ ചെയ്യാം. പുള്ളി വയ്യാതെ എടുക്കണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും വന്നേനെ. ലാൽ സാറിനും എനിക്കും ലാലേട്ടനും എനിക്കായിട്ട് കോമ്പിനേഷൻസ് ഇല്ല ഈ സിനിമയിൽ. ബട്ട് ഞങ്ങള് അത് ഈ രതീഷിന്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിന്റെയും എഡിറ്റിങ്ങിന്റെയും ഒരു ഇതുകൊണ്ട് ഞങ്ങള് ഒരേ സീനിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഷോട്ട്സ് ഇല്ലായിരുന്നു. അല്ലാതെ തന്നെ ഏറ്റവും അധികം എന്താണ് നമ്മള് ഓൺ ദ സ്പോട്ട് കോമഡി എവിടുന്ന് വരുന്നു എന്നറിയാൻ പറ്റാത്ത ആളുകളിൽ ഒരാളാണ്. അപ്പൊ അതേ എപ്പോഴും ഒരു ഇതാണ് നമ്മള് സെറ്റിൽ കാണുന്ന ലാൽ എന്ന് പറയുന്നത് ഫുൾ ഓൺ കോമഡി ഉള്ള ഒരാളും, സ്ക്രീനിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു റിട്ടയർഡ് ഡോൺ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ എളുപ്പം സാധ്യമായിട്ടുള്ള ഒരാളാണ്. സോ ഇറ്റ്സ് എ പ്രിവിലേജ് ടു വർക്ക് വിത്ത് ഹിം. നമ്മുടെ ക്രൂവിനെ എല്ലാം വെൽക്കം ചെയ്യുന്നതിന് മുന്നേ, ചേട്ടനെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു സീക്രട്ട് ചോദിക്കാനുണ്ട്. കുറച്ച് നാളായിട്ട് ചോദിക്കണമെന്നില്ലായിരുന്നു. അല്ലാണ്ട് നേരത്തെ കാണുമ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ തല്ലിട്ടിയല്ലോ. ഇപ്പോഴവധിയും ചേട്ടൻ ചെയ്യില്ല എന്നുള്ള ധൈര്യത്തിൽ. ഈ തൊപ്പിയുടെ രഹസ്യം എന്താ? മിക്കപ്പോഴും ചേട്ടൻ തൊപ്പിയിൽ കാണുന്നുണ്ട്. പാട്ടിൽ ഞാൻ കണ്ടു, മിക്കപ്പോഴും ചേട്ടൻ തൊപ്പിയിൽ കാണുന്നുണ്ട്. ഇതിപ്പോ കൃത്യമായിട്ട് അനുസരണയില്ലാത്തൊരു മുടിയായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് വെക്കുന്നു എന്നാണ്. ഞാൻ തൊപ്പി വരെ കാണിച്ചത് കഷ്ണി ആയിട്ടില്ല, അതല്ലേ ഉദ്ദേശം? ആയിട്ടില്ല, ആവും, ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ചേട്ടാ, നമ്മുടെ മീഡിയക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുന്നേ നമ്മുടെ ടീമിനെ എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കാം. ഫുൾ ടീം ഓഫ് ചെക്ക്മേറ്റ്, പ്ലീസ് ജോയിൻ us. ഹരിയേട്ടനൊക്കെ ഉണ്ടല്ലോ, ഹരിയേട്ടനും ഇസ് പാർട്ട് ഓഫ് ദ കാസ്റ്റ്, പ്ലീസ്. ഞങ്ങൾ ഈ സമയത്ത് വി ഹാവ് ടു റിമെമ്പർ സം നെയിംസ്. ഈ സിനിമയിൽ ഇവരെക്കാളും ചിലപ്പോൾ രതീഷിനെക്കാളും ഒക്കെ ഉറക്കമൊഴിച്ചിട്ടുള്ള ആളുകൾ അവിടെ അമേരിക്കയിൽ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവരുടെ സെൽഫ്ലെസ് ആണ്, കാരണം അവരുടെ പേര് പോലും ഇതിനകത്തില്ല. പേര് പോലും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും അടിത്തട്ടിൽ കുറെ പേരുകളിൽ ഒരാൾ മാത്രമാവും എന്ന് ഉറപ്പുണ്ടായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടി അവരുടെ എല്ലാം ത്യജിച്ചു നിൽക്കുന്ന സൗമ്യ, ബാല, മൈ ഡിയർ ശ്യാം, അങ്ങനെ ഒരുപാട് പേർ. സ്വപ്നീൽ ഇസ് ദേർ, ശിവ, അഞ്ജലി വന്നിട്ടില്ല അല്ലെ, അഞ്ജലി couldn't make it. അങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ട്. അവർക്കെല്ലാം the whole team of Checkmate, and from the whole team of Checkmate, thank you so much for being here. It was a lovely evening with you all.